അച്ഛന്റെ സിനിമാ പാരമ്പര്യമാണ് അഹാന കൃഷ്ണനെ അഭിനയത്തിലേക്ക് തിരിക്കാൻ പ്രേരിപ്പിച്ചത്. കൃഷ്ണകുമാറിന്റെ 4 മക്കളും കുട്ടിക്കാലം മുതൽ സ്റ്റാർസാണ്. അച്ഛനും അമ്മയ്ക്കൊപ്പം മോഡലിംഗിൽ 4 മക്കളും സജീവമാണ്. അതുകൊണ്ട് തന്നെ 4 പേരും പ്രേക്ഷകർ സിനിമയിലേക്ക് പ്രതീക്ഷിച്ചിരുന്നു. അതിൽ ആദ്യം അഭിനയത്തിലേക്ക് എത്തിയത് സഹാനയാണ്. പിന്നാലെ ഏറ്റവും ഇളയ സഹോദരി ഹൻസികയും മൂന്നാമത്തെ സഹോദരി ഇഷാനിയും സിനിമയിലേക്ക് അരങ്ങേറി. 3 പേരിലും അഹാന മാത്രമാണ് സിനിമാഭിനയം പ്രൊഫഷണലായി എടുത്ത് മുന്നോട്ട് പോകുന്നത്. മറ്റു രണ്ടുപേരും നല്ല അവസരങ്ങൾ വന്നാൽ മാത്രം അഭിനയത്തിലേക്ക് തിരിച്ചു വരാമെന്ന നിലപാടിലും. അഹാന എന്ന അഭിനയത്തിലേക്ക് ഉള്ളതിനേക്കാൾ ആരാധകർ നടിക്ക് യൂട്യൂബ് ചാനലുണ്ട്. കോവിഡ് കാലത്താണ് അഹാന യൂട്യൂബ് വ്ളോഗിംഗ് സീരീസ് കണ്ട് വീഡിയോകൾ ചെയ്തു തുടങ്ങിയത്. കൃത്യമായ ഇടവേളകളിൽ മുടങ്ങാതെ വീഡിയോ പങ്കിടാനും അഹാന ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ അഹാന പങ്കിട്ട ഏറ്റവും പുതിയ വ്ളോഗാണ് ശ്രദ്ധ നേടുന്നത്. ജോലിയുടെ ഭാഗമായി നടത്തിയ കൊച്ചി യാത്രയും വർഷങ്ങളായി മനസ്സിൽ കൊണ്ടിരുന്ന ഒരു ആഗ്രഹവും സാധിച്ചെടുത്തതിനെക്കുറിച്ചാണ് വീഡിയോയിൽ അഹാന വിവരിക്കുന്നത്. വന്ദേ ഭാരതിലായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് അഹാനയുടെ യാത്ര. കൊച്ചിയിൽ എത്തിയതിനു ശേഷം ഉറ്റ സുഹൃത്തുക്കൾക്കൊപ്പം ചെറിയൊരു ഔട്ടിംഗും ഉണ്ടായിരുന്നു. ലക്കി ഭാസ്കർ അടക്കമുള്ള സിനിമയുടെ ഛായാഗ്രഹകൻ നിമിഷ് രവിയും അഹാനയ്ക്കൊപ്പം ഉണ്ട്. ഇരുവരും വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളാണ്. അഹാന കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് അറിഞ്ഞപ്പോൾ നിമിഷും എത്തിയത്. ഇത്തവണത്തെ കൊച്ചി ട്രിപ്പിൽ വർഷങ്ങളായി മനസ്സിൽ ആലോചിച്ച സ്വപ്നം അഹാന കൃഷ്ണ സാധിച്ചെടുത്തു. കവർ കാണുക, അത് മതി, വരുവോളം ആസ്വദിക്കുക എന്ന അഹാനയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. സീ ഫുഡ്സ് ഉൾപ്പെടെ ഗ്രാൻഡ് ഡിന്നറിന് ശേഷം കുംബ്ലയിലെ കവർ കാണാൻ അഹാന പോയത്. വഞ്ചിയിൽ കയറുമ്പോഴും കവര് കാണാൻ സാധിക്കാതെ വരുമോ എന്ന ആശങ്ക താരത്തിനുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ ബയോമിനിസെൻസ് എന്ന് പറയുന്ന ശാസ്ത്രീയ പ്രതിഭാസമാണ് കവര്. ഈ കവര് കണ്ടാസ്വദിക്കുക എങ്കിൽ കുംബ്ലയിലേക്ക് തന്നെ പോകണം. ഒരു കയാക്കിംഗ് ടീമിന്റെ ഒപ്പമാണ് അഹാന കൃഷ്ണ ഈ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നീണ്ടത്. കവര് കണ്ട് തിരിച്ച അഹാന വർഷങ്ങളായി തന്റെ വലിയൊരു ആഗ്രഹം സാധിച്ചു എന്ന് വീഡിയോയിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്.